സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കാണാനായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ഫസൽ കാരാട്ടുണ്ട്. അവൻ പേര് മുസ്ലിം പേരാണ്, പക്ഷേ അവൻ്റെ തന്തയെന്ന് പറയുന്നത് RSS കാരനാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങനെയാണ്. അവൻ്റെ വാപ്പ, അവൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു RSS കാരനാണ്. അപ്പോൾ അവൻ പേര് മാറ്റാതെ വെച്ചിരിക്കുകയാണ്. പേര് മാറ്റിക്കഴിഞ്ഞാൽ അവന് പിന്നെ വിലയില്ല ഈ സംഘപരിവാറിൻ്റെ ഇടയിൽ. അതായത് രാമസിംഹൻ പോയതുപോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് അവൻ ഈ മുസ്ലിം പേര് സ്വീകരിച്ച് വെച്ചിരിക്കുന്നത്. അല്ലാതെ അവൻ മുസ്ലിം അല്ല, ഇസ്ലാം മത വിശ്വാസിയല്ല. അവൻ്റെ തന്തയെന്ന് പറയുന്നത് ഒരു RSS കാരനാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അവൻ ഇങ്ങനെ ഏത് വിഷയം വന്നാലും RSSന്റെ കുഴലൂത്തുകാരനാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പത്മരാജൻ എന്ന് പറയുന്നവൻ അധ്യാപകൻ, അവനെ അധ്യാപക വൃത്തിയിൽ നിന്ന് തന്നെ ഇപ്പം ഡിസ്മിസ് ചെയ്യുകയാണ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെ, ഒരുപാട് പെൺകുട്ടികളെ അവൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അത് ഒരു മുസ്ലിം പെൺകുട്ടി. അത് ഏതെല്ലാം പെൺകുട്ടികളെ ഏതെല്ലാം ജാതിക്കാരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അവരവരുടെ വീടുകളിൽ അന്വേഷിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. കാരണം മാനഭയം ഉള്ളത് കൊണ്ട് ചിലരാരും പുറത്തു പറഞ്ഞിട്ടില്ല. ഇതും ആ കുട്ടി പറഞ്ഞതല്ല. കുട്ടി ബാക്കിയുള്ള കുട്ടികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ മാഷ് വടക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സംഭവം വെളിയിൽ അറിയുന്നത്. എന്തായാലും ശരി, ശാസ്ത്ര പരിശോധന നടത്തി അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടു. അവനെ ജയിലിലും അടച്ചു. അവനെ മരണം വരെ അവന് ജയിലിലാണ്. ഇനി അപ്പീൽ പോകുമെന്നും പറഞ്ഞ്, അല്ല അപ്പീൽ പോകണമെന്നും പറഞ്ഞ് സംഘപരിവാറെല്ലാം കൂടെ ശക്തമായിട്ട് പപ്പൻ മാഷിന്റെ ബാക്കിലാണ് ഞങ്ങൾ. കാരണം ഏത് തെമ്മാടിത്തരം കാണിച്ചാലും ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ആര് തെറ്റ് ചെയ്താലും ശരി. ഇപ്പൊ അമ്മയെ അടിച്ച്, മകൻ അമ്മയെ അടിച്ചു, അവ പറയും ആ തള്ളയ്ക്ക് അത് ആവശ്യമാണെന്ന് പറയും. പക്ഷെ വേറെ ആൾക്കാർ പറയും സ്വന്തം അമ്മയല്ലേ, 10 മാസം പ്രസവിച്ച്, അല്ല വയറ്റിൽ കൊണ്ടുവരണമെന്ന് വേദന സഹിച്ച് പ്രസവിച്ച് അവനെ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, അവൻ എന്ത് തെറ്റ്, അതായത് മാതാവ് എന്ത് തെറ്റ് ചെയ്താലും അവൻ അടിക്കാൻ കൊള്ളാമോ എന്ന്? മാനവും മര്യാദയും അന്തസ്സും അഭിമാനവും സത്യവും ധർമ്മവും നീതിയും ലോകത്ത് നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ പറയും. എന്നാൽ ചില തെറ്റുകൾ കള്ളുകുടിയന്മാരും കൊള്ളക്കാരും ബലാത്സംഗക്കാരും അവരും യവനെ പോലുള്ള ആൾക്കാരും കുറെ RSSകാരും BJPക്കാരും സംഘപരിവാറുകാരും ഈ കാസക്കാരും അവര്, അതായത് ക്രിസംഖികളും പറയും ആ തള്ളയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്ന് പറയും. കാര്യം സ്വന്തം മകനാണ് സ്വന്തം തള്ളയെ അടിച്ച അതിനെ അനുകൂലിക്കുന്നവരാണ് ഈ ലോകത്തുള്ളത്. അപ്പോൾ രണ്ടും ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും വിശ്വസിക്കുന്നവരുണ്ട്, അധർമ്മത്തിലും കള്ളത്തിലും കൊള്ളയിലും വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ യവനെ ഇനി നമ്മൾ കൂട്ടണ്ട. അൻസാരി ഉസ്താദിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, യവനെ പറ്റിയുള്ള വാർത്തകൾ വായിക്കേ, അവന്റെ ഇത് കാണിക്കുകയോ ചെയ്ത ഉസ്താദ് പോലും നാറിപ്പോവും. കാര്യം ആ വാ വെച്ച് വേറെ ഒന്നിനും കൊള്ളൂല. അപ്പൊ അതുകൊണ്ട് യവനെ അങ്ങ് വിട്ടേക്കുക. യവൻ RSSകാരനാണ്, യവന്റെ തന്ത RSSകാരനാണ്. യവൻ RSSകാരനായിട്ട് തന്നെ ജനിച്ചതും അങ്ങനെ തന്നെ. കാരണം RSSകാരന്റെ തന്തയാവുമ്പോൾ അവൻ മുസ്ലിം ആവാനൊക്കും. അപ്പൊ പേര് മനഃപൂർവ്വമായിട്ട് ഇട്ടിട്ട് ജനങ്ങളെ പറ്റിക്കും. അതായത് ജസ്ന സലീം എന്നും പറഞ്ഞ ഒരു പെണ്ണില്ലായിരുന്നു, ശ്രീകൃഷ്ണന്റെ പടം വരയ്ക്കുന്ന, ഇപ്പൊ പറഞ്ഞ് ഞാൻ പകുതി ഹിന്ദുവിലായിരിക്കുകയാണ്, പകുതി മുസ്ലിമാണ്. അവൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ചെറുപ്പക്കാരനെയാണ്. അവളെ ഇഷ്ടമനുസരിച്ച് അവൾക്ക് പോകാം. അവളിപ്പോ മുസ്ലിം ആണോ ഇല്ലെന്നൊക്കെ ആരറിഞ്ഞ്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവളെ തള്ളയെടുത്ത് ചോദിച്ചാലല്ലേ അറിയാം അവളും ഈ പെണ്ണിന്റെ തന്ത ആരാണെന്ന്. അപ്പൊ പല സ്ഥലത്തും ലോകത്ത് എന്തെല്ലാം നടക്കുന്നത് അത് അന്വേഷിച്ച് പോകേണ്ട ജോലിയൊന്നും നമുക്കില്ല. അവരെന്തോ ആയിക്കൊണ്ട് പോട്ട്. മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിന്റെ ഇതനുസരിച്ച് അവൻ നടക്കും, ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവായിട്ട് നടക്കും, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് നടക്കും. ഇവിടെ ആരെയും എല്ലാവരും ഒരു ജാതിയിൽ തന്നെ ആക്കാനൊന്നും നോക്കില്ല. അതൊക്കെ പടച്ചതമ്പുരാൻ അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മതങ്ങൾ തന്നെ എത്രയോ മതങ്ങളുണ്ട് ഈ ലോകത്ത്. എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല. അപ്പൊ അവനവന്റെ മതം അനുസരിച്ച് വിശ്വസിക്കാം, അതനുസരിച്ച് പ്രചരിപ്പിക്കാം. പക്ഷെ ബാക്കിയുള്ള മതങ്ങളെ ആക്ഷേപിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിടുന്നതും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയാണ് ഭീഷണിപ്പെടുത്തുന്നതും. ഇവിടെ ഓരോ ചാനലുകൾ വന്നിരുന്ന് അങ്ങനെ പറയണം. രാവിലെ അവന്മാർ തുടങ്ങിയവനെ കൂടുതലും ക്രിസ്ത്യൻ ചാനലുകളാണ്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസംഖികള്, അവന്മാർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഫണ്ട് കിട്ടുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്ന വേറെ പലതും ഉണ്ട്. മോഡിയെ കൊണ്ട് പലതും അവർക്ക് സാധിച്ചെടുക്കാനുണ്ട്. അവര് ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ബാക്കിൽ കൂടെ അവർ പലതും ചെയ്യും. മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ സംഘപരിവാറിന്റെ കൂടെയാണെന്നും പറയും. അവരിതാ വടക്കിഴക്കൻ സ്റ്റേറ്റുകളിൽ കണ്ടതാണല്ലോ. അവിടെ എല്ലാം ഈ മലയോര പ്രദേശം കംപ്ലീറ്റ് അവർക്ക് മതം മാറ്റമാണ്. എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങൾ ഇനി കേരളം വിട്ടുള്ള മുസ്ലിങ്ങൾ
ഈ സംഘപരിവാറിന്റെ കൂടെ ചേർന്ന് ക്രിസ്ത്യാനികൾക്ക് പണി കൊടുക്കണം. അപ്പോഴേ യവന്മാർ പഠിക്കുള്ളൂ, അല്ലാതെ പഠിക്കില്ല. കാരണം അവരിപ്പോ ചെയ്യുന്നെന്ന് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറുകാരുമായിട്ട് ചേർന്നിട്ട് പിന്നെ മുസ്ലിങ്ങളെ അടിക്കാനാണ് അവർ ചെയ്യുന്നത്. മുസ്ലിങ്ങളെ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാമോ, അവർ ഭീകരന്മാരാണ്, അവർ ഭീകരവാദികളാണ്, അവർ രാജ്യദ്രോഹികളാണ്. നിങ്ങൾക്കറിയാം, കേരളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭീകര പ്രവൃത്തി ചെയ്തത് ക്രിസ്ത്യാനിയാണ്. കണ്ടില്ലേ ആ കളമശ്ശേരി സ്ഫോടനം നടത്തിയത് ആരാണ് നടത്തിയത്? 10-13 പേര് മരിച്ച് 40 പേര് ഹോസ്പിറ്റലിലാക്കിയതും ആരാണ്? അത് മുസ്ലിങ്ങളെ മണ്ടയിൽ വയ്ക്കാനായിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവരെല്ലാം കൂടെ ശ്രമിച്ചല്ലോ. പിന്നെ ഈ സംഘപരിവാറുകാരും. അവസാനം ഒരു ക്രിസ്ത്യാനി തന്നെ വന്ന് ഏറ്റെടുത്തു. അതോടുകൂടി പിന്നെ അതിന് അന്വേഷണമില്ല, NIA ഇല്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇല്ല, ആരുമില്ല. അവന്റെ എതിരെ സാധാ കേസ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും നടക്കുന്നത്. എല്ലാം ഒരു ആൾ കാണുന്നുണ്ട്, പടച്ച തമ്പുരാൻ കാണുന്നുണ്ട്. നമ്മളെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഈ ലോകത്തിനെ പരിപാലിച്ചു വരുന്ന. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അതാണ് പടച്ചതാണ് സർവശക്തനില് പിന്നെ എല്ലാം അർപ്പിച്ചിരിക്കുകയാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷേ ഈ ക്രിസംഖികളും സംഘികളും എല്ലാം കൂടെ ചേർന്നിട്ട് മുസ്ലിങ്ങളെ ക്ഷൗരം ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട. നിങ്ങളത് സ്വപ്നവും കാണണ്ട. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. മരണത്തെ ഭയപ്പെടുന്നവരല്ല മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് തന്നെ ഇന്ന് മാത്രമല്ല, നാളെ ആയിരുന്നാലും ശരി എപ്പോഴും മരണം മുന്നിൽ കണ്ടു തന്നെയാണ് ജീവിക്കുന്നത്. അത് മനുഷ്യരെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ കുറെ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ മരിക്കില്ല, എല്ലാവരും മരിക്കും. മരിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാലേ കൊള്ളും. അപ്പൊ പൊരുതി മരിക്കുക, പൊരുതി തന്നെ മരിക്കണം. ഒരുത്തന്റെ പിന്നെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ ജീവിക്കും, ഇന്ത്യയിൽ മരിക്കും. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി ബലി കൊടുക്കും. ഏതൊരു രാജ്യം ആക്രമിക്കാൻ വന്നാലും സംഘികളും ക്രിസംഘികളും ചെയ്യുന്ന വഞ്ചനയും ചതിയും ഒറ്റുകൊടുപ്പും മുസ്ലിങ്ങൾക്ക് അത് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ അത് ചെയ്യേയില്ല. രാജ്യത്തിന് വേണ്ടി ബലി കൊടുക്കും. അതാണ് മുസ്ലിങ്ങൾ. അത് അറിയാവുന്നുള്ള ആളുകൾക്ക് അറിയാം. ഈ BJP-ക്കാർക്കും സംഘപരിവാർ ശക്തികൾക്കും ഒക്കെ ഇതറിയാം. പക്ഷെ അവർക്ക് ചില പിന്നെ താല്പര്യങ്ങളുണ്ട്. അവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിലോ പിന്നെ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കുറെ ക്രിസംഖികളെ എങ്ങനെയായിരുന്നാലും വളയ്ക്കാമെന്ന് അവർക്കറിയാം. അവർക്ക് നക്കും നുണയും കൊടുത്ത് അവരെ ഒന്ന് ഭീഷണിപ്പെടുത്തുക, അവർ വോട്ട് ചെയ്യുമെന്നും അറിയാം. അപ്പൊ അത് ഉദ്ദേശിച്ച് മാത്രമാണ് കേരളം മിത്ര അവർ ചെയ്യും. അവർ ഈ ലോഹയും കന്യാസ്ത്രീ വസ്ത്രം അണിഞ്ഞ് പുറത്തിറങ്ങാൻ പോകും. കേരളം വിട്ട ഈ ക്രിസ്ത്യാനികൾക്ക് ഒക്കില്ല. എന്തുകൊണ്ടാണ്? അവർ തല്ലിക്കൊല്ലും, അവർ നല്ല അടിയും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഈ സംഘികൾക്ക് അറിയാം, എല്ലാം അറിയാം. പക്ഷെ കേരളത്തിൽ അവർക്ക് പിടിച്ചു നീക്കാൻ വേണ്ടി അവർ പലതും ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. അതായത് ഇന്ന് ഞാൻ കണ്ടത് ഷേഖിന ന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു മുസ്ലിം ചാനൽ. അവിടെ 2-3 ക്രിസ്ത്യാനികൾ വന്നിരുന്നിട്ട് അങ്ങ് പറയണം ഇവിടെ ഇന്ത്യയെ അങ്ങനെ ചെയ്ത് കളയും, ഇവിടെ രാജ്യത്തിനകത്ത് ഭയങ്കര ഭീകര പ്രവൃത്തിയാണ് നടക്കുന്നത്, ഭീകരതയാണ്, പിന്നെ രാജ്യത്തിന് എതിരെ രാജ്യത്തിന്റെ പിന്നെ എന്താണ് സുരക്ഷയ്ക്കെതിരായിട്ട് പോരാടുകയാണ്, പിന്നെ മുസ്ലിങ്ങൾ ഇങ്ങനെ പടക്കോപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ. അതൊക്കെ ക്രിസ്ത്യാനികളുടെ പണിയാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെയില്ല. മുസ്ലിങ്ങൾ പറഞ്ഞ നേരിട്ട് ചെയ്യും. അതിന് ഒളിച്ചും പാത്തും നിങ്ങളെ പോലുള്ളവർ, അതായത് സംഘികളും ക്രിസംഘികളുമാണ് ഇന്ത്യയെ ഒറ്റുകൊടുത്തവര്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയില്ല. ഇംഗ്ലീഷുകാരുടെ കാല് നക്കി ഇംഗ്ലീഷുകാരുടെ ബാക്കിയുള്ള അതും ഇതും സഹായങ്ങൾ സ്വീകരിച്ചത് ആരാണ്? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് ആരാണ്? സംഘികളും ക്രിസംഘികളുമാണ്. അന്ന് പിന്നെ ക്രിസംഘി എന്ന് പേരില്ലായിരുന്നു, വെറും ക്രിസ്ത്യാനികൾ എന്ന് പറയുമായിരുന്നു. പക്ഷെ ദൈവഭയമുള്ള ക്രിസ്ത്യാനികൾ അത് ചെയ്യില്ല. അല്ലാത്തവരൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ അതിൻ്റെതായ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത് പരിശോധിച്ചാൽ അറിയാം. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇന്ന് കത്തോലിക്ക സഭയ്ക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമ എന്ന് പറയുന്ന കത്തോലിക്ക സഭയാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം. അത് ഈ സംഘപരിവാറുകാർ കുറച്ചുകൂടെ കഴിയട്ടെ, അതെല്ലാം പിടിച്ചെടുക്കണം. അതൊന്നും അവരുണ്ടാക്കിയ ഭൂമിയൊന്നുമല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല, പിതൃസ്വത്തായിട്ട് കിട്ടിയതൊന്നുമല്ല. ഇംഗ്ലീഷുകാർ പതിച്ചു കൊടുത്തതാണ്. ഇവിടെയുള്ള തോട്ടങ്ങള്, ഇവിടെയുള്ള ബാക്കിയുള്ള പിന്നെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളില് ഈ കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമികളെല്ലാം ഇംഗ്ലീഷുകാർ പതിച്ചു കൊടുത്താണ്. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കപ്പെടും. അപ്പോൾ ഈ ക്രിസംഖികൾ മനസ്സിലാക്കും. അന്ന് എല്ലാവരുടെയും സഹായത്തിനായിട്ട് കയറും. പിന്നെ ഒരു കാര്യമുണ്ട്, ട്രംപച്ചായം വരും.
ട്രംപച്ചായം വന്ന് വേണമെങ്കിൽ ഇന്ത്യയെ പിടിച്ചെടുത്ത് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും. അതായത് ഇപ്പൊ സംഘപരിവാർ പറഞ്ഞില്ലേ, എയർ ഇന്ത്യ പിന്നെ ടാറ്റയുടേതായിരുന്നു, അത് ടാറ്റയ്ക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി, അതൊരു കടമ നിർവഹിച്ചു. ഇനിയിപ്പോ വേറൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാരല്ലേ ഇന്ത്യ ഭരിച്ചിരുന്ന, അവർക്ക് ഇന്ത്യ അങ്ങ് വിൽക്കാം. എന്ത്? അപ്പൊ സംഘപരിവാർക്ക് സുഖമാവുമല്ലോ. അളിയനും മച്ചമ്പിയല്ലേ നിങ്ങളിവിടെ സംഘപരിവാറും കൃസംഗികളും. ഇനി അവരെ വിളിച്ചിട്ട് ഇന്ത്യയെ അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം നിങ്ങളെ കൊണ്ട് ഭരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പോ അവരിവിടെ ഇന്ത്യയിൽ പ്രത്യേകമായ ഒരു രാജ്യം ഉണ്ടാക്കും ഈ കൃസംഗികൾ. അത് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളെ, നിങ്ങൾ കാത്തിരുന്നോളെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ ആവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, ലോകത്തിലെ ഏതൊരു മുസ്ലിം അറബ് രാജ്യങ്ങളാവട്ടെ, ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അതിനാരും പറഞ്ഞു കിടക്കാൻ വേണ്ട. പക്ഷെ ഇന്നിവിടെ യുദ്ധം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഇവിടെയുള്ള കൃസംഗികളും സംഘികളും കൂടെയാണ്. നമുക്ക് പിന്നെ പാകിസ്ഥാനെ അടിക്കണം, നമുക്ക് ബംഗ്ലാദേശിനെ അടിക്കണം, നമുക്ക് സൗദിയെ വേണമെങ്കിൽ അടിക്കണം, നമുക്ക് വേണമെങ്കിൽ തുർക്കിയെ അടിക്കണം എന്നും പറഞ്ഞ് ഈ അവിടെ വരുന്ന ചാനലും തുറന്നിരുന്ന് യവനൊക്കെ വേറെ ഒരു ജോലിയും ഇല്ലാതെ വെറുതെയെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഭീതി വരുത്തണം. ജനങ്ങളുടെ ഇടയിൽ വെറുതെയെങ്കിലും ഭീതി വരുത്തണം. ഇങ്ങനെയുള്ള ചാനലുകൾ എന്ന് പറഞ്ഞാൽ യവനെയൊക്കെ പിടിച്ച് നല്ല അടി കൊടുത്ത് ജയിലിനകത്ത് ഇടണം. യവന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 33 കാറിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ യവന്മാർക്ക് അറിയാമെങ്കിൽ യവന്മാരെ അപ്പോഴേ അറസ്റ്റ് ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്ത് ഈ വണ്ടി ഏതൊക്കെയാണെന്ന് അന്വേഷിക്കണ്ടേ? രാജ്യസ്നേഹം എന്ന് പറയുന്നത് അതാണ്. എവിടെയൊക്കെ കാറുകളുണ്ട്, ആ കാറിനകത്തെല്ലാം ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് അവന്മാരെ വിളിച്ചു പറയണം ചാനലുകൾ. അപ്പൊ അവന്മാരെ അറസ്റ്റ് ചെയ്ത് അപ്പോഴേ കൊണ്ടുവരണ്ടേ? അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോയി എവിടെയൊക്കെയാണ് കാറ്, ഏതെല്ലാം കാറുകളാണ് പിന്നെ ബോംബ് വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് പിടിച്ചെടുക്കണ്ടേ? അത് ഇവിടുത്തെ ഗവൺമെന്റ് ഉറങ്ങയില്ലേ? സംഖ്യകളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ? എങ്ങനെ നടക്കും? അതൊന്നും നടക്കൂല. എന്തായാലും ശരി, നമ്മളെ രാജ്യത്തിന് വേണ്ടി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വർഗം അവര് മരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. സംഘികളും ക്രിസംഖികളും ഓടി ഒളിക്കും മാളത്തില്. അല്ലെങ്കിൽ ഇപ്പൊ ചൈനയുമായിട്ട് ചൈന നമ്മളെ പ്രദേശം എത്രമാത്രം പ്രദേശം പിടിച്ചു വെച്ചു, എത്ര ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പരാതിയില്ല ആർക്കും. ചൈനയെ കാണാനായിട്ട്, പ്രൈം മിനിസ്റ്റർ കാണാനായിട്ട് മോഡി ഓടി വിടുന്നു. പണ്ട് അത് നമ്മൾ ശത്രുവായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്, കമ്മ്യൂണിസ്റ്റ് ചൈന നമ്മളുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തവരാണ് എന്ന് പറഞ്ഞ മോഡി അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഇന്നിപ്പോ ചൈന നമ്മളെ ദോസ്തായി. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ദോസ്താവണം, നിങ്ങൾ പറയുമ്പോൾ ശത്രുവാവണം. അത് നടക്കില്ല. സത്യസന്ധമായിട്ട് നടക്കുള്ളൂ. അപ്പോ ശത്രുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് പ്രവൃത്തി ചെയ്താലും ശത്രു തന്നെയാണ്. നമ്മളെ രാജ്യത്തിന്റെ സ്ഥലം പിടിച്ചു വെച്ചിരുന്നാൽ അത് നമ്മുടെ ശത്രു തന്നെയാണ്, നമ്മളെ മിത്രമൊന്നുമല്ല. പിന്നെ ബംഗ്ലാദേശികൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശുകാർ ഹസീന പിടിച്ച് ഇവിടെ ഇന്ത്യയിൽ എടുത്തിരിക്കുന്നതിന്. പിന്നെ താലിബാനിസം ഇവിടെ നടക്കൂല, താലിബാനിസം അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി, അവിടെ മറ്റതാണ് മറിച്ചതാണ് താലിബാനാണ് എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നവർ താലിബാന്റെ വിദേശകാര്യമന്ത്രിക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ എവിടെയാണ് പോയത്? താലിബാൻ വിദേശകാര്യമന്ത്രി നേരെ പോയത് RSSന്റെ ആസ്ഥാനത്താണ് പോയത്. അപ്പോ ദോസ്തിന് ആ രക്തത്തിന്റെ ഇതറിയാം. അപ്പോ അവര് രണ്ടും ഒരു രക്തമാണ്. അപ്പൊ അവരിപ്പോ വലിയ സുഹൃത്തുക്കളായി. ആര്? താലിബാനും RSSും. അപ്പോ ഇന്ത്യ ഭരിക്കുന്നതും RSS ആണ്, താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നു. ഇപ്പൊ താലിബാൻ അവരുടെ സുഹൃത്തായി. പണ്ട് മോഡി പ്രസംഗിച്ചാണ്, ബാഡ് താലിബാൻ ഇല്ല, പിന്നെ ഗുഡ് താലിബാൻ ഇല്ല, താലിബാൻ ഒന്നാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയായി? അപ്പൊ മോഡി പറയുന്നതിനൊന്നും യാതൊരു പിച്ചും പേയും പറയും ഒരു പ്രൈം മിനിസ്റ്റർ. അങ്ങനെയുള്ള ഒരു പ്രൈം മിനിസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് ലോകത്ത് കാണുകയാണ്. ഈ പിന്നെ മോഡി രാവിലെ പ്ലെയിൻ എടുത്ത് ലോകം മൊത്തം കറങ്ങാൻ പോകുന്നത് അദാനിക്കും അംബാനിക്കും വേണ്ടി കോൺട്രാക്ട് ഒപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മോഡിയുടെ പണി എന്ന് പറയുന്നത് ഭരണം നടത്തുന്നത് RSSകാരും, മോഡിയുടെ പണി ഈ 2 ഗുജറാത്തികൾക്ക് വേണ്ടി കോൺട്രാക്ട് ഒപ്പിക്കലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എങ്ങനെ സുരക്ഷിതത്വം ഉണ്ടാവും? ഇവിടെ എങ്ങനെ സമ്പൽ സമൃദ്ധി ഉണ്ടാവും? ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ബുദ്ധമതക്കാരനും ഇവിടെയുള്ള സിഖുകാരനും എന്താണ് ഈ മോഡിയെ കൊണ്ടുള്ള നേട്ടം? വെറുതെ വെറും വായിൽ തോന്നിയതും അതും ഇതും വിളിച്ചു രാവിലെ തൊട്ട് തുടങ്ങും മോഡി സ്തുതി. മോഡി അങ്ങനെയാണ്, മോഡി ഇങ്ങനെയാണ്, മോഡി വിശ്വഗുരുവാണ്, മോഡി ഇല്ലെങ്കിൽ മോഡിയുടെ വാക്കാണ് ഈ ലോകത്തിന്റെ അവസാനമാകും. ഒന്നുമില്ല. മോഡി വെറും സീറോയാണ്.
മോഡിയെ കൊണ്ട് യാതൊരു കഴിവില്ലാത്ത ഒരു പ്രൈം മിനിസ്റ്റർ. ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട പ്രൈം മിനിസ്റ്ററാണ് ഈ മോഡി. സ്വന്തമായ ഒരു വാക്ക് സംസാരിക്കാൻ പോലുള്ള കഴിവില്ല. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ പോയിട്ട് യൂറോപ്പിലോ അമേരിക്കയിൽ പോയിട്ട് വിഡ്ഢിച്ചിരിക്കുന്നതല്ല സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. പ്രോംപ്റ്റർ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത് ഓഫായ പിന്നെ എന്തെങ്കിലും മോഡി പറയും. അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണുന്നതും ഇതാണ്. അപ്പോൾ നമ്മുടെ രാജ്യം പോകുന്ന പോക്കില് നമ്മൾ വിഷമിക്കണം. നമുക്ക് ദുഃഖമുണ്ട്, വിഷമമുണ്ട്. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്നും ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യ ലോകത്തിലെ പ്രധാന ശക്തിയായി വളരണമെന്നും ആഗ്രഹിക്കുന്നവരാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ജനമുന്നേറ്റം ഉണ്ടാവണം. ഈ നിലവിലുള്ള ഭരണകൂടത്തെ നമ്മൾ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കി പുതിയ ഒരു ജനാധിപത്യ നമ്മുടെ മതേതരത്വ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വരണമെന്നാണ് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കുള്ളത്. നിങ്ങൾക്കറിയാം, ബീഹാറിൽ ഇപ്പോൾ നടന്ന വോട്ടെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പിന്നിൽ ജയിക്കാൻ വേണ്ടി അവർ ചെയ്ത എന്തെല്ലാം കുൽസിത പ്രവർത്തനങ്ങളാണ് കണ്ടതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം, ഉണ്ടായേ തീരൂ. അതിനു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പൊ പറയണ തിരുവനന്തപുരം അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യത്തെ ചാൻസ് തരൂ. നിങ്ങളിൽ ചാൻസ് ഉള്ള ഗുജറാത്തും യുപിയും മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ നിങ്ങളെ കയ്യിരിക്കില്ലേ? നിങ്ങൾ അതങ്ങ് ശരിയാക്കി അതിന് ശേഷം വന്നിട്ട് കേരളം നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾക്ക് തരും. അതിനു മുമ്പ് നിങ്ങൾ കേരളം പിടിക്കാൻ വേണ്ട. കേരളം പിടിക്കാൻ വന്നാൽ അതേപോലെ ഇവിടെയുള്ള ആളുകളെ കൊണ്ട് ചാടാൻ തരും. കാരണം ആഹാരം വേണ്ടവല്ല. നിങ്ങൾ ഒരു നേരം ആഹാരം കഴിക്കണം, അതിന് പകരമായിട്ട് ചാണകവും മൂത്രവും കുടിച്ചാൽ മതി, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മോഡി വിശ്വഗുരുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കി തരാം, ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീരും. ബീഹാറിൽ പോയിട്ട് പറഞ്ഞിട്ട് എത്ര കോടി രൂപയുടെ 1300 കോടി രൂപയുടെ ഒരു സീതാക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള പ്രശ്നം തീരും. അപ്പൊ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിന് നമ്മുടെ ജനാധിപത്യ സമ്മതിദാന അവകാശം നമ്മൾ ഉപയോഗിക്കണമെന്നും അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ആയിരുന്നാലും ശരി ഈ സംഘികളെയും കൃസംഘികളെയും ഒഴിവാക്കി LDF ആയിരുന്നാലും UDF ആയാലും വേണ്ടില്ല, മതേതരത്വ ജനാധിപത്യവാദികളെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.